ഏപ്രിൽ മാസത്തെ ആനുകൂല്യം, ഏപ്രിൽ മാസത്തെ സഹായവും അതോടൊപ്പം തന്നെ ഇതെല്ലാം പരിഹരിച്ച് മെയ് മാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മെയ് മാസവും നമുക്ക് സഹായം അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടില്ല. 2 ഗഡുക്കളോളം നമുക്ക് കുടിശ്ശിക ആവുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയിൽ നാളിതുവരെയായിട്ട് 18 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് അപേക്ഷ വെച്ചിട്ടുള്ളത്. അതായത് ഓൺലൈൻ സർവീസ് സെന്റർ ക്യൂ നിന്ന് ബന്ധപ്പെട്ട രേഖകളുടെ എല്ലാ പ്രിന്റ് ഔട്ടും എടുത്ത് അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് ചിലരുടെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിജക്റ്റ് ആവുമ്പോൾ, അതല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തുന്നത് വരെ ഓടി നടന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് അപ്രൂവൽ വാങ്ങിയവരാണ് ഇവർ. അങ്ങനെ അപ്രൂവൽ ലഭിച്ചവരെല്ലാം മുൻപ് ഫെബ്രുവരി മാസത്തെയും അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തെയും ധനസഹായം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് 2 ഗഡുക്കൾ അതിനുശേഷം എല്ലാ മാസങ്ങളിലും തുടർന്ന് പോരുമെന്നത് സർക്കാർ അറിയിച്ചിരുന്ന ഒരു പദ്ധതിയാണിത്. എന്നാൽ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യ വിതരണം ഇതുവരെ നടത്തിയിട്ടില്ല എന്നതാണ് ഇതിന്റെ കാരണം. അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ സാധാരണഗതിയിൽ ചില പദ്ധതികളൊക്കെ മാറ്റിവെക്കാറുണ്ട്. അങ്ങനെ ആ ഒരു ആനുകൂല്യത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുവാറുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ പദ്ധതി നിർത്തിയോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. നമ്മുടെ പല വീഡിയോയിലൂടെയും കമന്റ് ബോക്സിൽ സ്ത്രീ ഗുണഭോക്താക്കൾ അങ്ങനെയുള്ള പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരുന്നവർ ഈ പദ്ധതിയെ പറ്റിയിട്ടുള്ള അറിയിപ്പുകൾ നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. നിലവിൽ ധനവകുപ്പാണ് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തു വരുന്നത്. ധനവകുപ്പിൽ നിന്ന് കൃത്യമായിട്ട് ഫണ്ട് അനുവദിച്ച് തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വകുപ്പ് ഇത് കൈകാര്യം ചെയ്ത് നിലവിൽ ഇത് പെൻഷൻ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഇത് ചേർത്തിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ അപേക്ഷ വെച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും പ്രത്യേക ഡാറ്റ നമുക്ക് കൃത്യമായിട്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ പോലും മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള സേവന പെൻഷന്റെ വെബ്സൈറ്റിൽ സാധിക്കും. നമ്മുടെ ആധാർ നമ്പർ മാത്രം മതി. അപ്പോൾ ആ രീതിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഈ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കേണ്ടതുമായിരുന്നു. പക്ഷേ ഈ ഗഡുക്കൾ കുടിശ്ശിക ആയപ്പോൾ, അപ്പോൾ 2 ഗഡുക്കൾ കുടിശ്ശിക വന്നപ്പോൾ ആളുകൾക്ക് സംശയം വന്നു. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് 18 ലക്ഷത്തോളം വരുന്ന ആളുകൾ അപേക്ഷ വെച്ചിട്ടുള്ള ആ ഒരു വലിയ പദ്ധതി തന്നെയാണ്. പ്രതിമാസം 1000 രൂപ വീതം പെൻഷൻ നൽകേണ്ടത് അതും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും ഒക്കെ 35 വയസ്സ് മുതൽ 60 വയസ്സിനിടയിൽ പ്രായമുള്ളവർക്ക് മുൻഗണന റേഷൻ കാർഡ് അല്ലെങ്കിൽ ഇവർക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണിത്. മറ്റ് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഒന്നും വാങ്ങുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതി തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. പക്ഷേ ഏപ്രിൽ മാസത്തോടെ അതല്ല എന്നുണ്ടെങ്കിൽ നിലവിൽ നമുക്ക് മാർച്ച് മാസം വരെ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുകയായിരുന്നു മുൻ സർക്കാരുകൾ അനുവദിച്ച് നിലവിൽ ഉത്തരവായിരിക്കുന്നത്. ആ ഒരു തുക വിനിയോഗിച്ചിട്ടുള്ള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏപ്രിൽ മാസം ആദ്യ ആഴ്ചയോടെ തന്നെ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഏപ്രിൽ മാസം മെയ് മാസവും എല്ലാം ഫണ്ട് മുൻ സർക്കാർ നീക്കി വെച്ചിട്ടുമില്ല. അതെല്ലാം തന്നെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത് പുതിയ ഗവൺമെന്റ്. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണെങ്കിൽ ഈ ഒരു വരുന്ന 19-ാം തീയതി സംസ്ഥാന ബജറ്റിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഈ പദ്ധതി തുടരണമോ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്നുള്ള കാര്യങ്ങൾ മുൻ സർക്കാരുകൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നൽകി വരുന്നതായിരുന്നു. പക്ഷേ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇതിന് കുറച്ച് കാലതാമസം ഉണ്ടാകും. ഇനി വരുന്ന ബജറ്റോടെ ഇതിന്റെ തുക കൈമാറും എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷെ ഇതെല്ലാം സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു സർക്കാരാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ജൂൺ മാസം 19-ാം തീയതി വരെ ഇതിന് കാത്തിരിക്കുകയും വേണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക പെർമിഷനോടെ ആദ്യ ഗഡു വിതരണം ചെയ്തു കഴിഞ്ഞാൽ, ഏപ്രിൽ മാസം ഗഡു വിതരണം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൃത്യസമയത്ത് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. എല്ലാ സ്ത്രീ ഗുണഭോക്താക്കൾക്കും ലഭിക്കേണ്ട ഈ ഒരു 1000 രൂപ പെൻഷൻ എല്ലാവർക്കും ലഭിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3000 രൂപയോളം ലഭിക്കുവാനുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ ഒരു ബജറ്റിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച്
ഒരു വർഷകാലത്തേക്കുള്ള തുക നീക്കിവെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക.